കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ആദ്യം കണ്ട ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ളതിനേക്കാൾ ഒരു പാരന്റ് ഉള്ള ആ ഒരു റിലേഷൻ വേണമെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ്, അതൊന്ന്. പിന്നെ വാട്ട് എൽസ്? ടീച്ചേഴ്സും കുട്ടികളും വളരെ ഫ്രണ്ട്ലി ആണ്. ഇനിയും കുറെ പറയാനുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിങ്ങളെല്ലാം പിന്നെ കണ്ടു കഴിഞ്ഞാല് ഒപ്പീനിയൻ കറക്റ്റ് ആയി കഴിഞ്ഞാല് ഇനി അടുത്ത സ്ലൈഡുകൾ വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് ഞാൻ ചോദിക്കുന്നു. സ്റ്റിൽ മോർ. പറയൂ. കുട്ടികൾ ആ ടീച്ചറുടെ കൂടെ ഭയങ്കര ഫ്രീ ആണ്. ഒരു സമ്മർദ്ദമില്ലാതെ ആ ടീച്ചർ ആ കുട്ടികളെ നോക്കുന്നുണ്ട് പോലെ തോന്നുന്നു. This is one of the main important. വേറെ എന്തല്ലത്? മോർ ഫ്രീഡം ഉണ്ട് കുട്ടികൾക്ക്. ഫ്രീഡം ഉണ്ട്. പിന്നെ ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി ആണ്. ഈ പിക്ചർ കുറെ കാര്യങ്ങള് ഈ കുട്ടികളുടെ സ്വഭാവം വിളിച്ചു പറയുന്നുണ്ട്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു ഫോട്ടോയുടെ ഷേപ്പ് കണ്ടോ? ഒരു വി ഷേപ്പിൽ നിൽക്കുന്നുണ്ടോ? വി ഷേപ്പിൽ നിൽക്കുന്ന ഈ ഫോട്ടോ പറയുന്നത് വളരെ ഇന്റിമസി. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. എല്ലാ ആളുകളും മ്യൂട്ട് ചെയ്തോളൂ. അഡ്മിൻ പ്ലീസ് മ്യൂട്ട് ഓൾ ദ പീപ്പിൾ. അല്ല അത് ഓർഡർ ചെയ്തു. പ്ലീസ് മ്യൂട്ട് ഓൾ ദ പീപ്പിൾ. ഈ പിക്ചർ പറയുന്നത് വളരെ ഇന്റിമസി, ആ ടീച്ചറോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഈ കുട്ടികൾക്ക്. ഇത് പ്രധാന ക്യാരക്ടറാണ് ഈ ചേർന്ന് നിൽക്കുക എന്നത്. ഇവിടെ ടീച്ചേഴ്സും പാരന്റ്സും നമ്മൾ അവരെ ചേർത്ത് നിർത്തിയിട്ടില്ല എങ്കിൽ അവിടുന്ന് ആണ് കഥയുടെ തുടക്കം പല രൂപത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാവുക? നമ്മൾ ഈ സ്ലൈഡുകൾ മൂവ് ചെയ്യുമ്പോൾ. ഇനി ചൈൽഡ് ആൻഡ് ലേണിംഗ് പ്രോബ്ലംസ് എന്ന സെഷനിലാണ് നമ്മൾ തുടക്കം. ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് വൈ സ്റ്റുഡന്റ് ഫെയിൽ ഇൻ ലേണിംഗ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു കുട്ടിയുടെ വിഷയം എടുക്കുമ്പോൾ അതിനൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. ഈ കൺട്രോൾ യൂണിറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ ആ കുട്ടി ഇടപെടുന്ന എല്ലാ ഭാഗങ്ങളിലും അതിനനുസരിച്ച് നമുക്ക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? കുട്ടി സ്കൂളിൽ പോയി പഠിച്ച് നല്ല ഉഷാറായിട്ട് കുട്ടിയായി വളർന്നു വരട്ടെ. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ കുട്ടിയുടെ കൺട്രോൾ യൂണിറ്റ് നിങ്ങളുടെ കയ്യിലും ആ വീട്ടിനുള്ളിൽ ആണെങ്കിൽ പിന്നെ എന്താണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും പഠിക്കാനുള്ളത്? ഇതാണ് ഇവിടുന്ന് ഉദിച്ചു വരുന്ന ചോദ്യം. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ രൂപത്തില് പാരന്റ്, ടീച്ചേഴ്സ്, ചൈൽഡിനെ നമ്മൾ വരയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ പേപ്പറും പെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു വെച്ചോ. ആ ട്രയാങ്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ഇവിടെ ഒരു സൈഡില് പാരന്റ് ഉണ്ട്, ഒരു സൈഡില് ചൈൽഡ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ടീച്ചർ ഉണ്ട്. PCT. ഹലോ, ഇപ്പൊ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടല്ല കാണുന്നത്, നിങ്ങളെ വീഡിയോ ആണ് കാണുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ ഒന്നുകൂടെ. ഓക്കെ,
ഇപ്പൊ കാണാലോ? ഓക്കെ. ഇവിടെ ഈ പാരന്റ്, ടീച്ചേഴ്സ് പ്ലസ് ചൈൽഡ്, ഈ ഒരു ട്രയാങ്കിൾ വൃത്തത്തിൽ നമ്മൾ കുട്ടിയെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പാരന്റ്സിന്റെ റോളാണ് 80%. 20% എന്ന് പറഞ്ഞ ടീച്ചേഴ്സിനാണ്. അവർ ചെയ്ത് അത് മോൾഡ് ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു കർമ്മമാണ് ടീച്ചേഴ്സിൻ്റെ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങൾ ആ ഫാമിലി മെമ്പേഴ്സ് മാത്രം, അതായത് കുട്ടികളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പാരന്റ്സ് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട വിഷയം നിങ്ങൾക്കാണ്. അതല്ല, നിങ്ങൾ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കുട്ടികളുടെ മുമ്പിൽ ലൗഡായിട്ടും ബോൾഡായിട്ടും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി എത്രയാണെന്ന്. പക്ഷേ അവരുടെ മനസ്സിൽ ഏറ്റവും അധികം അത് മുറിവേൽപ്പിക്കുകയും ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള പ്രോബ്ലത്തിനേക്കാൾ എത്രയോ വലിയൊരു പ്രോബ്ലം ആയിട്ട് ആ വിഷയം കുട്ടിയുടെ മനസ്സിൽ തറച്ചു നിൽക്കും. അവിടെയാണ് കുട്ടിയുടെ എമോഷണൽ പ്രോബ്ലംസ് തുടങ്ങുന്നത്. ഒരു പ്രോബ്ലം കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് വരുന്നില്ല. ദർ ഇസ് എ സീഡ് ബിഹൈൻഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ പറയും, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഫാമിലി, ഇൻസൈഡ് ദ ഫാമിലി നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യാനും അത് പ്രാക്ടിക്കലി കൊണ്ട് നടക്കാൻ ശ്രമിക്കണം. അതല്ല എങ്കിൽ കുട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു പ്രശ്നം കുട്ടിയുടെ മനസ്സിലേക്ക് കയറുകയും കുട്ടി പിന്നെ അതിന്റെ പിന്നാലെ പോവുകയും അതിനെക്കുറിച്ച് വേവരാതിപ്പെടുകയും തന്മൂലം കുട്ടിന്റെ ഏതാണ് പ്രയോറിറ്റി, ആ പ്രയോറിറ്റിയെ മാറ്റി വെച്ചിട്ട് സെക്കൻഡറി ആയ വിഷയത്തിലേക്ക് കുട്ടി മാറ്റി നിർത്തപ്പെടും. ഇവിടെയാണ് സത്യത്തിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി തുടക്കം കുറിക്കുന്നത്. ലേണിംഗ് ഡിഫിക്കൽറ്റി പല രൂപത്തിലുണ്ട്. അത് നമ്മൾ താഴത്ത് പറയുന്നുണ്ട്. ഫാമിലി എന്ന നിരക്ക് കുട്ടികളെ രൂപത്തിൽ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക, അവരുടെ ലോകത്ത് അവരെ ജീവിക്കാനും അവരെ നിലനിൽക്കാനും നമ്മൾ അനുവാദം കൊടുക്കുക. അതിന്റെ സൊല്യൂഷൻ എന്താന്ന് വെച്ചാല് ഐഡന്റിഫൈ ദ കീ ഇഷ്യൂസ്. ഒരു കുടുംബത്തില് ഒരു പല പ്രശ്നങ്ങൾ നമ്മൾ ഡെയിലി നേരിടുന്നുണ്ടാവും. ഇതൊന്നും സത്യത്തിൽ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണോ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളത് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് 2-3 ഭാഗങ്ങളാക്കി അതിനെ തിരിക്കുക. അതുപോലെ തന്നെ ഈ പ്രശ്നം നമ്മൾ പറയുമ്പോൾ അതിന് ഒപ്പീനിയൻസിന്റെ കുറെ ആളുകൾ ഉണ്ടാവും കുടുംബത്തിൽ. അവരുമായി അവരുടെ ഒരു ആശയങ്ങളും അവരുടെ ഒരു മാനസിക വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒന്നും കൂടി നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾക്ക് അതിൽ നിന്നും തന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും. ഏതൊരു പ്രശ്നമുണ്ട് എങ്കിലും അതിന് സൊല്യൂഷൻ അതിന്റെ കൂടെ നിൽക്കുന്നുണ്ടാവും. ആ സൊല്യൂഷൻ ഒരു പക്ഷേ ഒരാൾ വിചാരിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ 1-2 ആളുകൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതല്ല ഇതുപോലെ ചെയ്താൽ ഇതിന് പരിഹാരം കാണാൻ പറ്റും. 2 ഒപ്പീനിയൻസ് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് നല്ല ഒപ്പീനിയൻ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് അതിന് പരിഹാരം കാണാൻ കഴിയും. അതാണ് സൊല്യൂഷൻ മേക്കിംഗിന്റെ ഒരു ഗുണം. രണ്ടാമത്, ആരാണോ ബെസ്റ്റ് സൊല്യൂഷൻ പറയുന്നത് അതിലേക്ക് നമ്മൾ മുൻഗണനയും അതുപോലെ സാധ്യതയും കൊടുക്കുക. ഭർത്താവ് പറഞ്ഞതാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും തീരുമാനിക്കരുത്. അതുപോലെ തന്നെ ഭാര്യ പറഞ്ഞതാണ് ശരിയെന്ന് തീരുമാനിക്കരുത്. ശരിയുടെ ഗ്രാവിറ്റി ഏതാണ് ഏറ്റവും കൂടുതൽ, ഏതിനാണ് ഏറ്റവും വാല്യൂ നിങ്ങൾ കാണുന്നത്, ആ ഒരു സത്യത്തിലേക്ക്, ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഇത് ഞാൻ പറയുന്നത് ഭാര്യയോ ഭർത്താവോ എന്ന് മാത്രം നിങ്ങൾ കാണരുത്. ഒരു പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ കുടുംബങ്ങൾക്ക് ഉള്ളിലാവാം. അങ്ങനെ അത് കുറച്ച് വൈഡൻ ചെയ്ത് പോകുന്ന പല രൂപങ്ങളുണ്ടാവും. ഞാൻ ഇതിന്റെ ഏറ്റവും മിനിമം രൂപം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുട്ടികൾക്ക് അതിലൊന്നും ചെയ്യാൻ സാധ്യത ഇല്ല എങ്കിൽ, ഈ ഒരു പ്രശ്നം അവർക്ക് ഫീലിങ്സ് ഉണ്ടാക്കും എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം ഈ വിഷയം കുട്ടികളുടെ ചെവിയിൽ എത്തിക്കാതെ അവരെ അതിന്റെ ഒരു പെയിൻ ഓർ ഹീറ്റ് കൊടുക്കാത്ത രൂപത്തിൽ നമുക്ക് അവരെ സേഫ് ഗാർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക്
ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യാം. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നത്തിലെ കുട്ടികൾക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അവരെ മുന്നിൽ അത് പറഞ്ഞത് കൊണ്ടോ അത് പ്രകടിപ്പിച്ചത് കൊണ്ടോ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയില്ല അവരുടെ മനസ്സിൽ അത് വലിയ വലിയ മുറിവേൽപ്പിക്കുമെന്നും അതുപോലെ തന്നെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഒളിഞ്ഞു കിടക്കും. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ട് എങ്കിലും ബി ഇറ്റ് വിത്തിൻ ദി സർക്കിൾ ഓഫ് ദ പാരന്റ്സ് അല്ലെങ്കിൽ ഫാമിലി. നെവർ ഡിസ്റ്റർബ് ദ കിഡ്സ് വിത്ത് ഫാമിലി ഇഷ്യൂസ്. എൻഡ് ഓഫ് ദ ഡേ ഇതാണ് എനിക്ക് നിങ്ങളുടെ തുടക്കത്തിൽ പറയുന്നത്. പിന്നെ ചൈൽഡ് ക്വാളിറ്റി റൂൾസ് ടു പ്രാക്ടീസ്. ഇനി നമുക്ക് കുട്ടിയുടെ ഭാഗത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെ ഭാഗം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുക. ഇനി കുട്ടിയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുട്ടിയെ നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. ഫ്രീ ആയിട്ട് അവന്റെ ഒരു ലോകത്ത് അവന് സഞ്ചരിക്കാൻ നമുക്ക് അവസരം കൊടുക്കണം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ പേഴ്സണൽ സ്ട്രെങ്ത്തിൽ പെട്ടതാണ് ഒന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു ആഗ്രഹം, ഒരു റെഡിനെസ് അവന്റെ മനസ്സിൽ എന്നും ഉണ്ടാക്കി നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഇന്തൂസിയാസം എന്ന് പറയും. അതേ സമയത്ത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമാണ് ഈ കുട്ടി കേൾക്കുന്നത് എങ്കിൽ ഈ കുട്ടിയെ നമുക്ക് ഒരിക്കലും ഇന്തൂസിയാസം എന്നൊരു പദം അല്ലെങ്കിൽ അറിയാനുള്ള ഒരു താല്പര്യം എന്നത് ആ കുട്ടിയിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത് ട്രസ്റ്റ് വർത്തിനെസ്. അതിന് സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനും അതുപോലെ നിറവേറ്റി കാണിക്കാനുള്ള കഴിവ് ഏറ്റവും ചെറിയ ഘടകത്തിനെ നമുക്ക് തുടങ്ങി കാണിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുട്ടിയെ ചെറിയ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുക. ഒരു പക്ഷേ അയൽപക്കത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കാൻ പറയാ, അതല്ലെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാ. നിങ്ങൾക്ക് ആവശ്യം ഇല്ല എങ്കിലും കുട്ടികൾക്ക് ആക്ടിവിറ്റികൾ കിട്ടാവുന്ന രൂപത്തിൽ ചെറിയ ആക്ടിവിറ്റികൾ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ചെയ്ത് കാണിച്ചാൽ അവർക്ക് കുറെ നല്ല കാര്യങ്ങൾ ഫീൽ ചെയ്യാനും അത് കൃത്യമായും വ്യക്തമായും ചെയ്യാനും അവർക്ക് താല്പര്യമുണ്ടാവും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു സന്തോഷം നമ്മൾ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ നമ്മൾ പറഞ്ഞയച്ചാല് 10 മിനിറ്റ് കൊണ്ട് വന്ന കുട്ടി ഒരു പക്ഷേ നെക്സ്റ്റ് ടൈം 8 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം. പിന്നെ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഒരു മനുഷ്യന് നാളെ എന്തായി തീരും അല്ലെങ്കിൽ നാളെ എന്താണ് എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും കീ ഏരിയയാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പാർട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടി ഒരു നല്ല പാട്ടുകാരനാണ്, അല്ലെങ്കിൽ നന്നായി എഴുതാൻ കഴിയുന്ന ആളാണ്, അതല്ലെങ്കിൽ നന്നായി വരക്കാൻ കഴിയുന്ന ആളാവാം, അതല്ലെങ്കിൽ അവനെന്തെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ ബിൽഡിങ്ങുകളുടെ ചിത്രം വരയ്ക്കുന്നുണ്ടാവും. എന്തെങ്കിലും അതിന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ഒരു സ്പാർക്കായിട്ട് അവന്റെ താല്പര്യം നിലനിൽക്കുന്നുണ്ടാവും. ഈ താല്പര്യം ഒരു ഒറ്റ സുപ്രഭാതത്തിൽ നമുക്കൊരു ടെസ്റ്റ് കൊണ്ടോ അതല്ല എങ്കിൽ 4 ആളെ മുമ്പിൽ അവരെ കൊണ്ടെത്തിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഈ ക്രിയേറ്റിവിറ്റി പാർട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതിന് കഴിയുന്ന ഏറ്റവും കഴിവുള്ള ആളുകൾ എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. ഒരു കുട്ടിയുടെ പാരന്റ്സ് ആണ് അവരുടെ ഏറ്റവും കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൗൺസിലേഴ്സിന് അടുത്ത് പോകും. സത്യത്തിൽ പാരന്റ്സ് ആണ് കുട്ടികളുടെ ഫസ്റ്റ് കൗൺസിലേഴ്സ്. പിന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായി അവർക്ക് ഓരോന്ന് നമ്മൾ കേൾപ്പിക്കുകയോ അവരെ കൊണ്ട് വരയിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു പാട്ട് അവന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അവൻ സ്ഥിരമായി പാട്ട് കേൾക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു പക്ഷെ അവന് പാട്ടിനോട് താല്പര്യം ഉണ്ടാവും. പാട്ടിനോട് താല്പര്യം ഉണ്ട് എങ്കിൽ അവന് ചിലപ്പോൾ പാടാനും കഴിയും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ചിലപ്പോൾ വരക്കാന് കുട്ടികൾക്ക് ടിവിനോട് വലിയ താല്പര്യം. അവർ എപ്പോഴും ഒരു പേപ്പർ കയ്യിലെടുത്ത് ഒരു പേനയും കയ്യിൽ വെച്ച് എന്തെങ്കിലും കുറിക്കുകയോ വരക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉടനെ നമ്മൾ നോട്ട് ചെയ്യണം.
അവന്റെ കീ ഏരിയയിൽ കൂടുതൽ വരക്കലാണോ, ചിത്രം കാണലാണോ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്തു വെക്കണം. മെല്ലെ മെല്ലെ ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോ ഏജിൽ നമുക്കത് പോയിന്റ് ചെയ്ത് ഒരു സ്കൂൾ ലൈഫ് എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇവന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ 2 വയസ്സ് മുതൽ നമ്മൾ ഏകദേശം കുട്ടികളോട് നമ്മൾ ബിഹേവിയർ കാണിക്കാനും അവരോട് നോ പറയാനും പഠിക്കും. യെസ് ഓർ നോ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഏകദേശം 2 വയസ്സ് ആകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. പിന്നെ പേഷ്യൻസ്, കുട്ടികൾക്ക് ക്ഷമ പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തിനാണ് നമ്മൾ ക്ഷമ പഠിപ്പിക്കുന്നത്? ഈ ക്ഷമ ഇല്ല എങ്കിൽ കുട്ടി പലപ്പോഴും ചെയ്യേണ്ട കാര്യം അഡ്വാൻസ് ആയിട്ട് ചെയ്യും, അതല്ല എങ്കിൽ റോങ് ആയിട്ട് ചെയ്യും. അപ്പോൾ ക്ഷമിക്കുക എന്നത് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. 1 പ്രാവശ്യം ചിന്തിച്ച് 2 പ്രാവശ്യം ചിന്തിച്ച് അത് കറക്റ്റ് ആണ്, അത് കൃത്യമാണ് എന്ന് വ്യക്തമായിട്ട് അത് പ്രാക്ടിക്കലി അവന് ഏബിൾ ആക്കാനും അവനെ കൊണ്ടു നടക്കാനും അവന് ക്ഷമ നമ്മൾ നന്നായി പഠിപ്പിക്കും. അത് പഠിക്കുന്ന വിഷയമാണെങ്കിലും കളിക്കുന്ന വിഷയമാണെങ്കിലും നിങ്ങൾ എന്ത് ഓഫർ കൊടുത്താലും അതിനൊരു കാര്യങ്ങൾ ആ ഒരു ക്ഷമയോട് കൂടി അത് ആക്സെപ്റ്റ് ചെയ്യാനും കുട്ടികൾ പഠിപ്പിക്കാനാണ് പേഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ റെസ്പെക്ട്ഫുൾനെസ്. ഇനി ഒരു കുറച്ച് ടൈം കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ അങ്ങോട്ട് അവരോട് പറയും നീ റെസ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് തിരിച്ച് നിങ്ങളോട് പാരന്റ്സിനോട് എന്നോടടക്കം, നിങ്ങളോടല്ല, ഐ ആം വിത്ത് യു, നമ്മളോട് ചോദിക്കാനുള്ളത് നമ്മൾ സത്യത്തിൽ കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. യു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴാണ് കുട്ടികൾക്ക് ഒരു കാര്യം പറയുമ്പോൾ ഒരു എടാ പോടാ എന്നല്ലാതെ ഒരു റെസ്പെക്റ്റോട് കൂടി നമ്മൾ കുട്ടികളോട് സംസാരിക്കാറുള്ളത്? ഇതിന് വലിയ വിഷയം. റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇറ്റ് ബാക്ക്. ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വശമാണ് റെസ്പെക്ട് കിട്ടുക എന്നത്. അത് കുട്ടികൾക്കാണെങ്കിൽ അവരത് ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പൊ കുട്ടികളുമായി റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാല്, റെസ്പെക്ട് ഉണ്ട് എങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മല പോലെയുള്ള ഒരു പ്രശ്നം നമുക്ക് മഞ്ഞ് പോലെ കൊണ്ടുവരാൻ കഴിയും. റെസ്പെക്ട് കൊടുക്കും. പിന്നെ കുട്ടിയെ നമുക്ക് ഇതെല്ലാം കൊടുത്തതിന് ശേഷം വളർന്നു പോകുമ്പോൾ അവന് ഓരോ കാര്യങ്ങളും ചെയ്യാനും അതുപോലെ ചെയ്യിപ്പിക്കാനും അവന് സ്വമേധയാ ഒരു തീരുമാനമാണ്. അപ്പൊ നിങ്ങൾ പറയാണ് അത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് കുട്ടികൾ പറയുകയാണെങ്കിൽ ആ കുട്ടി നിങ്ങളോട് പറയാണ് ഓക്കെ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ ബട്ട് ഐ ആം നോട്ട് ഓക്കെ. സൈക്കോളജിയുടെ ഒരു വശമാണ്. അതായത് നിങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ കുട്ടി പറയുന്നു ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാല് യു ആർ ഓക്കെ ബട്ട് ഐ ആം നോട്ട് ഓക്കെ. ഇത് അവോയ്ഡ് ചെയ്യേണ്ട ഏറ്റവും നല്ല വശമാണ് കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾ ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിലനിൽക്കാനും അവരുടെ ആ ഒരു സ്വഭാവം അത് ലക്ഷ്യം കാണുന്നവരെ നടക്കാനും നമുക്ക് കഴിയണം. അതിന് അവർക്ക് കഴിയണമെങ്കിൽ അവർക്ക് സ്വയം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഹവേഴ്സ്, മണിക്കൂറുകൾ അവർ സ്വയം കണ്ടെത്തും. ഒരു കുട്ടിയും ഈ ഒരു പേഴ്സണൽ ഹവേഴ്സ് കണ്ടെത്തുക. കാരണം പഠിക്കുക എന്ന് പറയുമ്പോൾ ബുക്ക് ഏതാനും പേജുകൾ മറിച്ച് പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അതേസമയം പേജ് ബൈ പേജ് അത് കുറിച്ചെടുത്തുകൊണ്ട് അതിനെ ഒരു പേജിനെ പേജായിട്ട് നമ്മൾ ചെറുതാക്കി എഴുതി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് ഏറ്റവും അധികം നല്ല ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്നത്. കാരണം എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന ടൈമില് ഒരു പ്രാവശ്യം പഠിക്കും, രണ്ടാമത് ആ ബുക്ക് വീണ്ടും വായിച്ചുകൊണ്ട് അത് ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരൊറ്റ ടൈമില് ഒരു കാര്യം ഒരു കുട്ടി പഠിക്കുന്നത് അത് ഡീറ്റെയിൽഡ് ആയിട്ടും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന രൂപത്തിൽ പഠിക്കാനാണ് പഠിക്കുന്നത്. ഇതാണ് ഡെഡിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ലൈഫ് ഫോർമേഷൻ മുതൽ അവൻ ഏകദേശം ഒരു വലിയ കുട്ടിയായി നിങ്ങൾ കാണുമ്പോഴേക്കും ഇതെല്ലാം വളർന്ന് അവന്റെ ക്രിയേറ്റിവിറ്റി പാർട്ട് വേണം, അവന് ഡിസിപ്ലിൻ വേണം, അവന് പേഷ്യൻസ് വേണം, റെസ്പെക്ട് കൊടുക്കണം, ഡിറ്റർമിനേഷൻ വേണം, ഡെഡിക്കേഷൻ വേണം. ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴേക്കും ഒരു വലിയ കാലഘട്ടം കുട്ടിയുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിൽ പാരന്റ്സ് വന്നു, ടീച്ചേഴ്സ് വന്നു, അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു. അപ്പോഴേക്കും കുട്ടികൾ
ഒന്നുകിൽ നമ്മൾ വിചാരിച്ച ഒരു ഫോർമാറ്റ് എത്തിയിട്ടുണ്ടാവും, അതല്ല എങ്കിൽ അവർ വേറെ ട്രാക്കിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ട്രാക്കിലേക്ക് മാറിപ്പോവാതെ നമ്മുടെ അതേ കൺട്രോളിൽ നിന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കാനും നിലനിർത്താനും സന്തോഷകരമായി അവരുടെ ചൈൽഡ്ഹുഡിനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ കുട്ടികളുടെ ഒരു ലേണിംഗ് സ്റ്റൈലില് ഞാനൊരു പുതിയ ഒരു തിയറി ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതിന്റെ പേരാണ് വാർക്ക്. VARK, വാർക്ക്. ഈ വാർക്ക് എന്ന ഈ ഒരു തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് തരത്തിലുള്ളതാണ് നിങ്ങളുടെ കുട്ടി എന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഗുഡ്. ബിക്കോസ് സംടൈംസ് നമുക്ക് ഡിസ്കണക്ട് ആവുന്ന അറിയുന്നത്. ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല ഈ പിന്നെ സൂമില്. ഞാൻ എന്റെ സ്ലൈഡുകൾ നോക്കി അങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി ഈ വാർക്ക് എന്ന തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. വാർക്ക് എന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, V stands for visual, A stands for audio, R stands for reading and writing, K stands for kinesthetic. ഈ 4 രൂപത്തിലാണ് കുട്ടിയുടെ പഠന രീതികൾ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അവരോട് പറയുന്നത് എന്താണ്? വായിക്ക് എന്നാണ് പലപ്പോഴും നമ്മളെല്ലാം പറയാറ്. ഈ വായിക്കുക എന്ന സ്വഭാവം സൈക്കോളജി പ്രകാരം നമ്മുടെ കുട്ടികളുടെ ടോട്ടൽ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ 8% കുട്ടികൾ മാത്രമാണ് ബുക്ക് നോക്കി വായിക്കാനും റീഡിങ് ആൻഡ് റൈറ്റിംഗ് കൊണ്ട് പഠിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കുട്ടി അതിൽ ഉൾപ്പെടാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ അവനോട് വായിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും പഠിക്കാൻ പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യം? അപ്പൊ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ അവന് ഒരു പക്ഷേ അവന് കേട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഓഡിറ്ററി ആയിരിക്കും. ചില കുട്ടികളുണ്ടാവും പാട്ട് എന്തെങ്കിലും പിന്നെ യൂട്യൂബിലൊക്കെ പ്രോഗ്രാംസ് കണ്ടിങ്ങനെ പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവൻ യൂട്യൂബിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ. എനിക്കറിയാം പല കുട്ടികളും യൂട്യൂബിൽ നല്ല നല്ല പ്രോഗ്രാംസ് കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് സത്യത്തിൽ വായിക്കുന്ന പ്രകൃതി അല്ല, റീഡ് ആൻഡ് റൈറ്റ് അല്ല അവര് പ്രയോറിറ്റി. അവര് പഠിക്കാൻ ശ്രമിക്കുന്ന മെത്തേഡ് കേട്ട് പഠിക്കുന്ന വിഭാഗം. പേഴ്സണലി എൻ്റെ ഒരു സ്വഭാവം, ഞാൻ കേട്ട് പഠിക്കുന്ന ഒരു വിഭാഗം. ഐ ലൈക്ക് ലിസണിങ് മോർ. പല ആളുകളും പറയുന്നത് നിങ്ങൾ വായിക്കൂ, ഒരു പുസ്തകം വായിക്കൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്, അവൻ ഓഡിറ്ററി ആണ് എങ്കിൽ അവനോട് പറയാം നിങ്ങൾ പുസ്തകം വായിക്കൂ എന്ന് പറഞ്ഞു കൊടുത്താൽ 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടി ഉറങ്ങി. നമ്മൾ അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കും, അവൻ പഠിക്കാത്തവനാണ്. ഇനി വിഷ്വൽ എന്നൊരു വാർക്കിന് വേറെന്താണ് വിഷ്വല്? വിഷ്വല് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ശതമാനം നോക്കുകയാണെങ്കിൽ 5% ആൾക്കാർ. അതുപോലെ ഓഡിറ്ററി കേട്ട് പഠിക്കുന്ന ആളുകളും നമ്മുടെ ടോട്ടൽ പിന്നെ സൈക്കോളജിയിൽ 5%. പക്ഷെ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു 8%ലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് റീഡിങ് റൈറ്റിംഗിൻ്റെത് 8%. പക്ഷെ എനിക്ക് ചോദിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം വളർന്നു വരുമ്പോൾ നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് വിഷ്വൽ ആൻഡ് ഓഡിറ്ററിയിലേക്ക് ജനങ്ങൾ മാറ്റപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഗ്രാഫുകൾ കാലാകാലങ്ങളായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ വാർക്കിന്റെ ഈ പെർസെന്റേജ് ഫോർമുല മാറും. ഞാനൊരു ആവറേജ് ഐഡിയ, നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് നിങ്ങൾക്കൊരു അനലിസ്റ്റിന്റെ അടുത്ത് പോവാതെ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ പിന്നെ കൗൺസിലർ അടുത്ത് പോവാതെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന മെത്തേഡാണ് വാർക്ക്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളോട് അവനോട് പറയാണ്, കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു പുസ്തകം എടുത്തിട്ട് ഏതെങ്കിലും ചിത്രം കാണിച്ചു കൊടുത്താൽ ആ കുട്ടി വിഷ്വലാണ് എങ്കിൽ ഒരു പക്ഷേ ആ വിഷ്വൽ കൊണ്ട് തന്നെ ആ കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന്റെ വേറെ രൂപമാണ് ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യണം. അവന് കേൾക്കുകയും വേണം, കാണുകയും വേണം. അത് മാത്രം പോരാ, അവനത് ഫീൽ ചെയ്യണം. ഇപ്പൊ കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ
ഭംഗിയിൽ പറഞ്ഞു കൊടുത്ത ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാകും. കാറ്റ് അവന്റെ ശരീരത്തിൽ തൊട്ട് പോകുമ്പോൾ, തട്ടിപ്പോകുമ്പോൾ ആ കാറ്റിന്റെ ഒരു ഫീലിംഗ് വരുമ്പോൾ അവനറിയാം ഇതാണ് കാറ്റ്. അപ്പൊ നിങ്ങൾ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ നെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ ഒരു നെല്ല് നിൽക്കുന്ന പാടത്ത് കൊണ്ടുപോയി നിർത്തിയാൽ ആ കുട്ടി അതിന്റെ കതിരിലൊന്ന് തൊട്ടു നോക്കും. അവനറിയാം ഇതാണ് കതിര്, ഇതിന്റെ കളറ് ഇന്നതാണ്, ഇതിന് ഇന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. അവന്റെ വിഷ്വൽ, അവന്റെ കണ്ണ് അതിലേക്ക് ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ചുറ്റുപാടുകൾ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കും. അവിടെ പാടവുമായി ബന്ധപ്പെട്ട് ഏതാനും കിളികളുടെ സൗണ്ടുകളോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളോ അല്ലെങ്കിൽ വെള്ളം കെട്ടി മറ്റൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുകളോ എന്തോ ഉണ്ടെങ്കിൽ അതൊക്കെ അവന്റെ ഓഡിറ്ററിയില് അല്ലെങ്കിൽ ആ പിക്ചറുമായി നിങ്ങൾ പാടം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചേർന്നാണ് അവന്റെ കൃഷിയെക്കുറിച്ചുള്ള അവസ്ഥ. ഇത്തരം അറിവിനെയാണ് കെനസ്തെറ്റിക് എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടികൾക്ക് അവർക്ക് സെൻസേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ചീത്ത പറയുമ്പോൾ ആ കുട്ടി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് ഉണ്ടാകും. അതേസമയം ആ കുട്ടിയെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവന്റെ തോളിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അപ്പോൾ ലഭിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാണ്. കാരണം ആ ഒരു ടച്ച് അത്ര എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവന്റെ തോളിലേക്ക് കൈ കൂടി എത്രയോ ഇരട്ടി എനർജി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ആ കുട്ടിക്ക് വളരെ ആ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ പല ആളുകളും നിങ്ങൾ പറയും അവനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അവനോട് പറഞ്ഞ് തോറ്റു എന്ന് പറയും. പക്ഷെ നിങ്ങൾ അവനോട് പറഞ്ഞിട്ടുള്ളൂ, അവൻ കെനസ്തെറ്റിക് ആണ്, അവൻ ഫീലിങ്സ് വേണ്ട ആളാണ് എങ്കിൽ until and unless you touch his shoulder he will not understand. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വലിയ ശതമാനം ആളുകള് സമൂഹത്തിൽ ഈ ഒരു കെനസ്തെറ്റിക് സൈക്കോളജി ഉള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറയാണ് ഒരു കാര്യം അത് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യടാ എന്ന് പറഞ്ഞാല് അങ്ങനെ പറയുന്നതും ഒരു കൈ നിങ്ങളുടെ തോളിൽ വെച്ചിട്ട് അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാല് നിങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്താൽ ഉപകാരം, എത്ര അതിന് അർത്ഥമുള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൈയും അവന്റെ തോളിൽ വെച്ചപ്പോ അതിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവ് എനർജി എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്യും എന്ന് ഒരു ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പാരന്റ്സ് ആണ് ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വാർക്ക് നല്ല രൂപത്തിൽ മനസ്സിലാക്കി വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണോ, അല്ല ഇതൊക്കെ ചേർന്ന് ഇതെല്ലാം ഉണ്ട്. അതിന്റെ കൂടെ അവനോട് നമ്മൾ ഒരു കെനസ്തെറ്റിക് അപ്രോച്ച് കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ബിഹേവിയറൽ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ പറഞ്ഞത് വായിക്കട എഴുതട എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കേൾക്കട എന്ന് പറയും, അല്ലെങ്കിൽ അത് പോയി ഇന്ന് കാണട എന്ന് പറയും. ഈ എടാ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്നും നീ എന്നും ഒരു ഈഗോ വർക്ക് ചെയ്യുന്നു. ഈ ഈഗോ ക്ലാഷ് ഒരു വാറിലേക്ക് മെല്ലെ പാരന്റ്സും കിഡുമായി ഒരു വലിയ വാർ സൃഷ്ടിക്കും. ഈ വാർ ഒഴിവാക്കാനുള്ള ഏക മെത്തേഡാണ് നമ്മൾ കെനസ്തെറ്റിക് അപ്രോച്ച് ചെയ്യുക. കെനസ്തെറ്റിക് അപ്രോച്ചിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഞാൻ പാരന്റ് ആണ്, ഞാൻ അമ്മയാണ്, ഞാൻ അച്ഛനാണ് എന്നൊരു വലിയ ഭാവം നമ്മളുടെ ഉള്ളിൽ ഇരിക്കെ തന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിന്റെ കൂടെയാണ് എന്ന് പറയുന്നതാണ് കെനസ്തെറ്റിക് അപ്രോച്ച്. അതിനാണ് നമ്മൾ ടച്ച് ഉപയോഗിക്കുന്നത്. അതിനാണ് നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ഇടയ്ക്ക് ഉമ്മ കൊടുക്കുന്നത്. ഉമ്മ കൊടുത്താൽ പോരാ, അവരെ കൊണ്ട് നമ്മൾ ഉമ്മ തിരിച്ചു വാങ്ങാൻ നമുക്ക് കഴിയും. നമ്മൾ ഉമ്മ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വൺ വേ ആണ്, പക്ഷെ ആ ഫീലിങ് തിരിച്ച് ആ കുട്ടിക്ക് നമുക്ക് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ കുട്ടിയോട് നിങ്ങൾക്ക് ഉമ്മ ഇങ്ങോട്ട് തരാൻ പറയണം. അങ്ങനെ നിങ്ങൾ ഉമ്മ കൊടുക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾ ഉണ്ട് എങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മക്കും വല്യമ്മക്കും എല്ലാം ഉമ്മ കൊടുത്തു പോകുന്ന ഒരു കുട്ടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 100% പറയാം ആ കുട്ടി ഫുൾ എനർജിയിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും തൊടുവിലേക്ക് എറിയേണ്ട പല ഭാഗങ്ങളും
ഈ കുട്ടി മനസ്സിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വലിയ വലിയ ഭാരം പേറിയിട്ടാണ് ഈ കുട്ടി സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടിലേക്കോ പോകുന്നത്. നിങ്ങൾ പറഞ്ഞേക്കുന്നത് അവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഹി ഈസ് നോട്ട് ഗോയിങ് ഫോർ സ്കൂൾ, ഹി ഈസ് ഗോയിങ് ഫോർ ദ സേക്ക് ഓഫ് ഗോയിങ്. അതായത് നിങ്ങൾ അവരെ പറഞ്ഞയക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും നമ്മുടെ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അവന്റെ ടൈം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഏക മാർഗം എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് കുട്ടിയുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആവുക. ഇവിടെയാണ് വാർക്കിന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ മൾട്ടി മോഡൽ ഒരു കൾച്ചർ ഉണ്ട്. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികൾക്കും ഈ വിഷ്വൽ കൾച്ചർ ഉണ്ടാവും, ഓഡിറ്ററി കൾച്ചർ ഉണ്ടാവും, റീഡിങ് ആൻഡ് റൈറ്റിംഗ് കൾച്ചർ ഉണ്ടാവും, അതുപോലെ കനസ്തറ്റിക് കൾച്ചർ ഉണ്ടാവും. എല്ലാ കുട്ടികളിലും ഈ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്കൂളുകളിലെല്ലാം പൊതുവെ ഒരു ക്ലാസ്സിൽ അവരെ ഒന്നിച്ചിരുത്തി നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. 64% കുട്ടികളും ഈ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. അവരെ വ്യക്തമായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എങ്കിലും ഇതൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ട്, നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് സ്കൂൾ എന്ന സിസ്റ്റം ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അതല്ല എങ്കിൽ നമ്മൾ വിഷ്വൽ ടൈപ്പിലെ കുട്ടികൾക്ക് വേറെ സ്കൂളും ഓഡിറ്ററി ടൈപ്പിലെ കുട്ടികൾക്ക് വേറെ സ്കൂള്, റീഡിംഗ് ആൻഡ് റൈറ്റിലെ കുട്ടികൾക്ക് വേറെ സ്കൂൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷെ നമുക്ക് ഏറ്റവും ഉപകാരം എന്നത് ഒരു 64% കുട്ടികൾ ഈ ഒരു ടോട്ടൽ ക്യാരക്ടർ ഇതിന്റെ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾക്കറിയാം, ഇതിൽ തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയാല് 4 or 5 കുട്ടികൾ തീരെ പഠിക്കാത്ത കുട്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാ കുട്ടികളും 100% മാർക്ക് വാങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു പാറ്റേൺ ചേഞ്ചസ് ആണ് അതിന് കാരണം. പല കുട്ടികളും വിഷ്വലായിട്ട് പഠിക്കേണ്ട കുട്ടികൾ ഗ്രൂപ്പിൽ വന്ന് പഠിക്കുമ്പോൾ അവന് വിഷ്വൽ ആക്ടിവിറ്റി കമ്മിയായിരിക്കും. ഈവൻ ദോ ഹി വിൽ ട്രൈ. ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികൾക്ക്, കേട്ട് പഠിക്കേണ്ട കുട്ടികൾക്ക് അവൻ കേട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കുറെ കാര്യങ്ങൾ എഴുതേണ്ടി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്, അതിലവൻ ബാക്ക്വേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരുടെ പേഴ്സൻറ്റേജിൽ നമുക്ക് വേരിയേഷൻസ് വരുന്നത്. അപ്പൊ ഇത്തരം കുട്ടികളെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്കൂളുകളിലും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ടാവും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കുട്ടി 100% മാർക്ക് വാങ്ങുക എന്നതല്ല ആ കുട്ടിയുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ. നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് പറയുമ്പോൾ പറയും 100% മാർക്ക് വാങ്ങും, എന്റെ കുട്ടി അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ മാർക്കല്ല നിങ്ങളുടെ കുട്ടി എന്താണ് തീരുമാനിക്കുന്നത്. ആ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നടത്തിയ ഒരു എക്സാമിന്റെ റിസൾട്ട് മാത്രം. ദാറ്റ് ഈസ് നോട്ട് ഹിസ് ടോട്ടൽ ക്യാരക്ടർ. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ ബിഫോർ ഐ മൂവ് ടു ദ സബ്ജക്ട്? ഹലോ, കേൾക്കാമോ? സർ കേൾക്കുന്നുണ്ട്. ഓക്കെ, സംശയത്തിന് വകയില്ല സർ, കാരണം അത്രയും വ്യക്തമായിട്ടാണ് സാർ അത് വിവരിച്ചു കൊടുക്കുന്നത്. താങ്ക് യു. ഇതിന്റെ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ അതിന്റെ മാക്സിമം എഫേർട്സ് ഞാൻ എടുത്ത് ഇതിന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഒട്ടും ലഭിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ട്രെയിനിങ് മോഡ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഫോം എന്ന് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ സ്വമേധ. ഇനി ആങ്കർ ടൈപ്പ്, നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യാറ് ഒന്നുകിൽ അവന്റെ ഭയം അല്ലെങ്കിൽ അവന്റെ ദേഷ്യം. ഇത് രണ്ടുമാണ് ഒരു കാര്യകാരണ സഹിതം നമ്മൾ പറയാറ്. അവന് ഭയങ്കര ദേഷ്യമാണ്, അവന് ഭയങ്കര വികൃതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയല്ല. ഒരു പക്ഷെ അത് ദേഷ്യമാവാം, അതല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യില്ല, അവൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, എല്ലാത്തിനും പേടിയാണ്. അത് ഒരു സൈഡിൽ പേടി. ഇതിന് നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറിയ കുട്ടിയെ, ഒരു 15 മാസമായ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്വഭാവ സവിശേഷതയിൽപ്പെട്ടതാണ് ആ കുട്ടി കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ അത് അങ്ങോട്ട് എറിഞ്ഞ് ഒരു സാധനം നമ്മൾ വെച്ച സ്ഥലത്ത് ആ കുട്ടി സ്ഥിരമായി നിൽക്കാൻ സമ്മതിക്കുന്നത്, അത് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഒരു 15 മാസം വരെയുള്ള കുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി അതേ കുട്ടി ഒരു 2 മുതൽ 3 വയസ്സ് വരെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റുള്ള കുട്ടികളെ വികൃതി കാണിക്കാനും
അതല്ല എങ്കിൽ സ്വമേധയ അവന് ഒരു ഇഷ്ടപ്രകാരം നുള്ളാനോ അല്ലെങ്കിൽ തട്ടാനൊക്കെ പോയി അവിടെ ഒരു പ്രശ്നബാധിത ഏരിയ മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം ഇത് കുട്ടികളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രം ഉള്ള ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുക. ഇറ്റ് ഈസ് നോട്ട് യുവർ ഓൺ പ്രോബ്ലം. ഈ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു സവിശേഷ സ്വഭാവത്തിന്റെ ഒരു പെർസെന്റേജ് നിങ്ങളുടെ കുട്ടിയിലും കാണും. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ വയസ്സാകുമ്പോൾ നമ്മൾ പറയും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാട്ടുന്നുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഭയങ്കര ശല്യാണ് എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ പല പേരുകൾക്ക് അത് വിളിക്കാറുണ്ട് ഈ കുട്ടികളുടെ ഈ വികൃതിയെ പരിഗണിച്ചിട്ട്. പിന്നെ 4 വയസ്സാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കുട്ടികൾ പല കാര്യങ്ങളും 2-3 വയസ്സ് വരെ അവൻ പിന്നെ വികൃതിയും മറ്റും കാണിക്കുന്ന കുട്ടി 4 വയസ്സാകുമ്പോൾ അവന്റെ സ്വഭാവത്തില് എനിക്കത് വേണമെന്ന് ഒരു ബെഗിങ് രൂപത്തിൽ അവന്റെ ആവശ്യം പറയും. അമ്മ എനിക്കത് മേടിച്ചു തരൂ, അമ്മ എനിക്കത് വേണം. ഒരു ബെഗിങ് ഫോർമാറ്റൊക്കെ അവൻ സ്വഭാവം ഫോർമാറ്റ് ചെയ്യും. മുമ്പ് 3 വയസ്സിലെ കുട്ടികളെ അതെനിക്ക് വേണം എന്ന് പറഞ്ഞാൽ വേണം, അതല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വലിച്ചെറിയും. ഇവിടെ കുട്ടിക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കും. അമ്മ എനിക്കത് മേടിച്ചു തരും, അമ്മ എനിക്കത് വേണം, അല്ലെങ്കിൽ അച്ഛൻ അത് മേടിച്ചു തരും. അതിൽ നിന്നും ഒരു 5 വയസ്സാവുമ്പോൾ ഈ കുട്ടി അതിലൊരു ആവറേജ് മെച്യൂരിറ്റി ഈ കുട്ടിക്ക് ലഭിക്കും. അതായത് നമുക്ക് ഈ കുട്ടിയെ എവിടെയെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ കുട്ടി എത്തുമെന്ന് നമുക്ക് പറയാം. അപ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു സ്കൂളിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ 2-3 വയസ്സ് 4 വയസ്സിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു എങ്കിലും ഈ കുട്ടിയെ ഒരു മെച്യൂരിറ്റി നമുക്ക് കാണുന്ന ഒരു 5 വയസ്സ് കൊണ്ടാണ്. അപ്പോ ഈ ആങ്കർ ഒന്ന് സൈഡ് ലൈൻ ചെയ്ത് ഒന്ന് അതിന്റെ വേവ് കുട്ടിയുടെ സ്വഭാവത്തിൽ കുറഞ്ഞു വരും. ഒരു 4 വയസ്സിന്റെ കുട്ടിയുടെ ഒരു ദൂഷ്യ സ്വഭാവങ്ങളൊന്നും അല്ലെങ്കിൽ അത്ര ഒരു വലിയ ആങ്കർ 5 വയസ്സാകുമ്പോൾ കാണുന്നു. അപ്പൊ നമ്മൾ മെല്ലെ കുട്ടിയെ കൊണ്ട് സ്കൂളിൽ ചേർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 6 വയസ്സാകുമ്പോൾ അവൻ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഴുതിയെത്തുമ്പോൾ നമ്മൾ അവൻ 4-ാമത്തെ വയസ്സിൽ വെച്ച അതേ ദേഷ്യം തിരിച്ചു വരും. പക്ഷെ അതിന്റെ പ്രത്യേകത അത് കുറച്ചുകൂടി അഗ്രസീവ് ആവും എന്ന് മാത്രമല്ല അത് വയലന്റ് ആവും. ഇവിടെ കുട്ടികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പെരിനെടുത്ത് പിന്നെ മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവന്റെ പുസ്തകത്തിൽ വരാനോ അതല്ലെങ്കിൽ നുള്ളാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്കൂളുകളിൽ നിന്ന് നമുക്ക് പരാതികൾ കേൾക്കാൻ തുടങ്ങും. റിന്യൂവൽ ഓഫ് ആങ്കർ വിത്ത് വയലന്റ് മെത്തേഡ്. അത് 7 വയസ്സാകുമ്പോൾ സ്കൂളിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് പരാതി വരും. അവനെ തൊഴിച്ചു അല്ലെങ്കിൽ അവനെ ഉന്തിട്ടു എന്നെല്ലാം പറയുന്നുണ്ട്. ഒരു 7 വയസ്സാകുമ്പോൾ നമ്മൾ കേൾക്കുന്ന പരാതികളാണ്. അതെങ്കിൽ അവരുടെ ഫീലിങ്സ് അവര് ഒന്നുങ്ങി അവനെ തൊഴിച്ചുകൊണ്ടോ അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു സാധനം കസേര ആണെങ്കിൽ അത് നിങ്ങളുടെ ദേഷ്യം കാണിക്കുന്നത് അത് തൊഴിച്ചുകൊണ്ടാവും. അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. അവന്റെ എന്താണ് അവന്റെ ആഗ്രഹം അത് നിറവേറ്റിയില്ലെങ്കിൽ അവൻ ദേഷ്യം കാണിക്കാൻ സ്വഭാവം തുടങ്ങും. ഒരു 7 വയസ്സാകുമ്പോൾ 8 മുതൽ 9 വയസ്സ് വരെ എന്താ ഫീലിംഗ് ഡയറക്റ്റ് ടു എ സിംഗിൾ പേഴ്സൺ. 8-9 വയസ്സാകുമ്പോ 5 വയസ്സിൽ നമുക്കൊരു മെച്യൂരിറ്റി കണ്ടിന്റെ ഒരു റിപ്പീറ്റ് വെർഷൻ നമുക്ക് 8-ലും 9-ലും കാണാൻ കഴിയും. ഈ ഒരു ഏജിലാണ് കുട്ടികൾ പേഴ്സണൽ ആയിട്ട് നിങ്ങളോട് പറയും, അച്ഛാ എനിക്കതൊന്ന് മേടിച്ചു തരുമോ, അല്ലെങ്കിൽ അമ്മ എനിക്കത് മേടിച്ചു തരുമോ, അല്ലെങ്കിൽ വല്യച്ഛനോട് പറയും, വല്യച്ഛ നാളെ നമ്മൾ അങ്ങാടിയിൽ പോകുമ്പോൾ എനിക്കത് മേടിച്ചു തരുമോ. അതല്ലെങ്കിൽ ചിലപ്പോൾ അങ്കിളായിരിക്കും. അവർക്ക് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും കോൺഫിഡൻസ് ആരാണ് അവരോട് പറയും. പലപ്പോഴും നമ്മൾ പറയുന്ന നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങള് ഈ കുട്ടികൾ മറ്റേ പിന്നെ നമ്മുടെ അമ്മാവനോടോ അല്ലെങ്കിൽ വല്യച്ഛനോടൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എനിക്കത് കൊടുത്തു തരുമോ. കാരണം ഇറ്റ് ഈസ് ഗോയിങ് ടു എ സിംഗിൾ പേഴ്സൺ. അവരുടെ ഫീലിങ്സ് അവരെല്ലാം തുറന്ന് ചിലപ്പോൾ മിക്കവാറും കേസുകളിൽ അത് അമ്മയോട് പറയുന്ന പ്രകൃതം ഉണ്ടാവാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ കുറച്ചും കൂടി പിന്നെ അച്ഛനായിട്ട് കുറച്ചുകൂടി മിങ്കിൾ ചെയ്യുന്ന പ്രകൃതം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും അമ്മയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് അച്ഛനോട് പറയുന്ന പ്രകൃതം. അപ്പൊ അവര് സ്വഭാവം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി അവർ പറയാനും പ്രകടിപ്പിക്കാനും പറ്റും. ഇവിടുന്നാണ് ഒരു മെന്ററിന്റെ ഒരു സൈക്കിൾ തുടങ്ങുന്നത്. ഒരു കുട്ടിയുടെ മെന്ററിങ്, കുട്ടിക്ക് ആരോടാണ് പറയാൻ കോൺഫിഡൻസ് ഉള്ളത്, ആരെയാണ് ആ കുട്ടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്, അവരിലേക്കാണ് ആ മെന്ററിങ്ങിന്റെ ഒരു സ്കെയിൽ. ഇവിടെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല, അമ്മ പറഞ്ഞാൽ കേൾക്കൂല, പക്ഷെ അമ്മാവൻ പറഞ്ഞാൽ കേൾക്കും.
കാരണം ആ കുട്ടിക്ക് ഫീലിങ്സ് അമ്മാവനോടാണ്, അതല്ല എങ്കിൽ വല്യച്ഛനോടാണ്, അല്ലെങ്കിൽ വല്യമാനോടാണ്, വല്യപ്പാനോടാണ്. ഇതിനെതിരെ പോരാതെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവന് ആരുമായാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് നമുക്ക് അച്ഛനും അമ്മക്കും പാരന്റ്സിന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇവിടെ അവന്റെ ഒരു എന്താ പറയാ ഒരു ചെറിയ കൗൺസിലിംഗ്, അവന് അറ്റാച്ച്മെന്റിലെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പ്രകടിപ്പിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് എവിടെ നിന്നും കിട്ടാതെ അവന്റെ സർക്കിൾ കുറച്ചുകൂടി വലുതാവുമ്പോ അത് ഫ്രണ്ട്സിലേക്ക് പോകും. അപ്പോ ഒരു 10 വയസ്സ് കഴിഞ്ഞാല് 10 വയസ്സാകുമ്പോ 6-ാമത്തെ വയസ്സിലെ ആങ്കർ എഗെയിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരും. ആങ്കർ വിത്ത് വയലന്റ് ആൻഡ് ഫിസിക്കൽ അറ്റാക്ക്. കുട്ടികള് മുഖത്തടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ആള് വരുന്നുണ്ട്, കംപ്ലൈന്റ്സ് വരും. അതുപോലെ മുറിപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞിട്ട് ഇതൊരു 10 മുതൽ മേപ്പോട്ട് സംഭവിക്കുന്ന കേസുകളാണ്. അതുവരെ നമ്മൾ കുട്ടികളാരും ഒരു കുട്ടിയെ തച്ച് വീഴ്ത്തിയെന്നോ അതല്ലെങ്കിൽ മുറിപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അപകടപ്പെടുത്തിയെന്നോ നമ്മൾ കേൾക്കുന്നില്ല. 10 വയസ്സ് കഴിഞ്ഞാല് ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ നമ്മൾ കുറച്ചുകൂടി വിജിലന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കും. ഈ കുട്ടിക്ക് മെച്യൂരിറ്റി മാറി വരുന്നു, സ്വഭാവങ്ങൾ മാറി വരുന്നു, അവൻ ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പാരന്റ്സ് മുൻകൂട്ടി കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ കനസ്തറ്റിക് അപ്രോച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾ കുട്ടി വളരുമ്പോ കുട്ടിക്ക് ഫിസിക്കൽ ചേഞ്ചസ് കുട്ടികൾക്ക് വരുമ്പോൾ ആ കുട്ടി വലുതായി കാണുമ്പോൾ നമുക്ക് പറയാം നിങ്ങൾക്ക് 10 വയസ്സായില്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടിക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ, 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ വലിപ്പം നോക്കിയിട്ട് നിങ്ങൾ പറയും നിനക്ക് 10 വയസ്സായില്ല, അത് ഇത്ര വലുതായില്ല. പക്ഷെ ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അവിടേക്കാണ് നമ്മളൊന്ന് ഡൗൺ സൈസ് ചെയ്തിട്ട് കനസ്തറ്റിക് അപ്രോച്ചിലൂടെ അവനോട് പറയാനും പ്രകടിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 12 വയസ്സാവുമ്പോ കുട്ടികൾക്ക് അവരുടെ ലെവൽ ഓഫ് ആങ്കർ മാറും. അവരത് വാക്കാൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോ നിങ്ങളുടെ അച്ഛന്റെ പേരൊക്കെ വിളിച്ച് പറയും, അമ്മയുടെ പേരൊക്കെ വിളിച്ച് പറയും, അതല്ലെങ്കിൽ അവനിഷ്ടമുള്ള പേരൊക്കെ വിളിച്ച് പറയും. ഇതൊക്കെ ഒരു 12 വയസ്സാകുമ്പോൾ നമ്മൾ കേൾക്കുന്നു. അത് അവന് എവിടുന്നാ കേട്ടത്, എവിടുന്ന ഇൻഹെറിറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് സംതിങ് എൽസ്. പക്ഷെ ഒരു 12 വയസ്സായ കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ കുട്ടി അതിലേക്ക് പോകരുത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അവനുമായി അടുക്കാൻ ശ്രമിക്കാം. ഇവിടെ ഏറ്റവും ചാൻസ് ഉണ്ട് നമ്മൾ അകലാൻ ശ്രമിക്കും. കാരണം കുട്ടികൾ വലുതാകുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അകലാനും കുട്ടികൾ ഒരു ഡയറക്ഷനിലേക്ക് പോകാനും നമ്മൾ വേറെ ഡയറക്ഷൻ. ഇവിടെയാണ് ഏറ്റവും അടുക്കേണ്ട ടൈം. നമുക്ക് ഏറ്റവും അധികം അപ്രോച്ച് നന്നായി കാണിക്കേണ്ട ടൈമും ഏറ്റവും അധികം നമ്മൾ അവരുമായി അടുത്ത് ഇടപഴകേണ്ട ടൈമും ഇതാണ്. അതല്ല എങ്കിൽ അവരാ വയസ്സിന്റെ സ്വഭാവം എക്സ്പ്രസിങ് ആങ്കർ വെർബലി. ആങ്കർ വെർബലി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബായിരിക്കണമെന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് നമ്മുടെ ഒരു 14 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവന്റെ എങ്ങനെയാണോ അവനക്ക് എക്സോസ്റ്റ് ചെയ്ത് പോകേണ്ടത്, എങ്ങനെയാണ് അവന്റെ ദേഷ്യം അവന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടത്, അത് കിട്ടുന്ന ആളെ മേൽ പ്രയോഗിച്ചു കളയും. ഇറ്റ് വിൽ ഡിസ്ചാർജ് സമ്മൺ എൽസ്. ഇപ്പൊ നമ്മളൊരു ഇടി വെട്ടുമ്പോ എത്ര വലിയ ഇടിയാണെങ്കിലും അത് ഭൂമി അബ്സോർബ് ചെയ്യും, ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. ഒരു പ്രത്യേകതയാണ്. ഇവിടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവൻ കൊണ്ടു നടക്കാൻ നമ്മുടെ വലിയ ആളുകൾ ചെയ്യുന്നവരെ അത് ഹോൾഡ് ചെയ്യാൻ കുട്ടികൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. അവർ നേരെ എളുപ്പത്തിൽ അത് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോ എന്ത് സംഭവിക്കും, ഒരു 16 വയസ്സായ കുട്ടികളുമായി നമ്മളൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്റെ റിസൾട്ട് പോയി കിടക്കുക രണ്ടാമത്തെ കുട്ടിയുടെ മണ്ടയിലോ അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടിയുടെ മണ്ടയിലോ ആയി. അങ്ങനെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇതിനെ തടയിടുക എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പിരിച്ചു കൊടുത്തത് കൊണ്ടോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടല്ല. അവിടെ നമ്മൾ അടുക്കുക എന്നുള്ള ഒരൊറ്റ തിയറി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയാണ് വാർക്കിന്റെ ഏറ്റവും ഒരു നല്ല വശം.
ഇവിടെ നിങ്ങളുടെ കുട്ടിയുടെ തലച്ചോറിനെ ഞാൻ പരിചയപ്പെട്ടത്. ഇവിടെ ഒരു 5 കൗണ്ട് ചെയ്യും. അത് നമ്മളെ ഒരു വീട്ടിലുള്ള ലൈഫാണ്. 5 വയസ്സിന് ശേഷമാണ് ഈ കുട്ടി വീടും പുറം ലോകവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ ടൈമില് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഒന്ന് 5 ഇയർ, 7 ഇയർ, 10 ഇയർ, 14th, 17th, ഒരു 17 വയസ്സ് വരെ കുട്ടികളുടെ ബ്രെയിനാണ് ഞാൻ അവിടെ കാണുന്നത്. ഈ 5 വയസ്സായ കുട്ടിയുടെ ബ്രെയിന് പറഞ്ഞാൽ അതിന് മെച്യൂരിറ്റി വളരെ കമ്മിയാണ്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കമ്മിയാണ്. പക്ഷേ ഈ മെച്യൂരിറ്റിക്ക് അനുസരിച്ചല്ല നമ്മൾ പാരന്റ്സ് കുട്ടികളോട് ബിഹേവ് ചെയ്യുക. 7 വയസ്സ്, 8 വയസ്സ്, 14 വയസ്സ്, 17 വയസ്സാകുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ലോകം എന്താണ് എന്നും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നും എങ്ങനെയൊക്കെയാണ് ഈ കുട്ടി എന്നും ഞാൻ എന്ത് എന്നൊക്കെ ഈ കുട്ടിക്ക് ഒരു ഏകദേശ ഐഡിയ ഒരു 17 വയസ്സ് ആകുമ്പോൾ കിട്ടും. പക്ഷെ ഈ 17 വയസ്സിനുള്ളിൽ അവൻ കാണിക്കുന്ന കുറെ സവിശേഷതകൾ ഒന്നുകിൽ ആ കുട്ടിയെ ഒരു നല്ല കുട്ടിയാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു മോശം കുട്ടിയാക്കി മാറ്റും. രണ്ടിനും 50-50 സ്കോപ്പ്. അതിന് പറയുന്നതിന് അഡീഷണൽ ഗ്രാഫി എന്നത് ഒരു 10 വയസ്സ് മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുട്ടി 10 വയസ്സ് മുതൽ കസേര എടുത്ത് എറിയാനും മറ്റേ കുട്ടികളെ നുള്ളാനും തല്ലാനൊക്കെ ശ്രമിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കലഹമുണ്ടാക്കാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഇതിനൊരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് 17 വയസ്സ്. ഒരു 17 വയസ്സ് വരെ നമുക്ക് കുട്ടികളെ നന്നായി കൺട്രോൾ ചെയ്തിട്ട് ഇവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും അവരെ സേഫ് ഗാർഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതായത് ഒരു വലിയ കാഠിന്യമേറിയ ഒരു യാത്രയിൽ പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര കിട്ടുമ്പോഴാണ് ഈ ചൈൽഡ്ഹുഡിൽ 17 വയസ്സ് വരെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തതിന് 18 മുതൽ താഴോട്ട് ഒരു സ്ലോ ഡൗൺ വരും എന്നാണ് സൈക്കോളജി പറയുന്നത്. പക്ഷേ റീസെന്റ് ഡെവലപ്മെന്റ്, അതായത് ഇന്നുള്ള കാര്യങ്ങളുടെ ഈ ടെക്നോളജി ഡെവലപ്മെന്റും കാര്യങ്ങളും ഈ കുട്ടികൾ പഴയ ചുറ്റുപാടിൽ നിന്നും വേറൊരു ചുറ്റുപാടിലേക്ക് നമ്മുടെ കുട്ടികൾ മാറ്റപ്പെട്ടു. അതായത് പല എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ കളികളും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ കുട്ടികളുടെ മെന്റൽ മെച്യൂരിറ്റിയെ ഇന്നത്തെ ടെക്നോളജി വളരെയധികം ബാക്ക്വേർഡ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പൊ ഇന്നത്തെ ടെക്നോളജി പ്രകാരം ഈ 17 എന്നത് ചില കുട്ടികളിൽ 21 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോ നിങ്ങൾ 17 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി എന്ന് ഒരിക്കലും ധരിക്കരുത്. കാരണം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ഞാനും നിങ്ങളും കാണാത്ത കുറെ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് അറിയാം. ഞാനും നിങ്ങൾ ഉപയോഗിക്കാത്ത കുറെ ടെക്നോളജികൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനും നിങ്ങൾ കളിക്കാത്ത പല കളികളും ഈ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോൾ ഇതിന് വലിയ ഗ്യാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ 21 വയസ്സ് വരെ, ഈ 17 മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. 21 വയസ്സ് കഴിഞ്ഞാൽ നോർമലി ഈ കാര്യങ്ങളെല്ലാം താഴോട്ട് സഞ്ചരിക്കാനും പിന്നെ ബാക്കി കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഉണ്ട്. ഇത് ഞാൻ കുട്ടികൾക്ക് മാത്രം പറയുന്നു, അഡൽട്ട് വന്നിട്ടില്ല. അഡൽട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് എബൌട്ട് 35 വരണം. അത് ചില ആളുകൾ പറയുന്നു 40 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുൾ കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും. ഒരു മനുഷ്യന് വ്യക്തമായ ഒരു കാര്യം പറയണമെങ്കിൽ, ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ, ആ ഉപദേശം കറക്റ്റ് ആവണമെങ്കിൽ ഏകദേശം അവർ 40 വയസ്സാവും. അതല്ല എങ്കിൽ അവൻ ജീവിതം കാണാത്തത് കൊണ്ടും കാര്യങ്ങൾ പഠിച്ചത് കമ്മിയായതുകൊണ്ടും പലപ്പോഴും നിർദ്ദേശങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടിയെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 17 വയസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യാതെ ഒരു 21 വയസ്സ് വരെ ആ കുട്ടിയുടെ കൂടെ, അവന്റെ കൂടെ കളിയിലും തമാശയിലും കാര്യങ്ങളിലും കൂടെ യു വിൽ ബി ദ ഫസ്റ്റ് ബെനിഫിഷ്യറി ഓഫ് പാരന്റ്സ്. അതാ ഞാൻ പറയുന്നത്, നിങ്ങളാണ് കോക്പിറ്റ് ഓഫ് ദ ഫ്ലൈറ്റ്. നമ്മൾ പലപ്പോഴും പറയും ടീച്ചർ സ്കൂളിൽ പറഞ്ഞയച്ചില്ലേ, ആ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ലേ, എന്തുകൊണ്ട് ഈ കുട്ടി ശരിയാവുന്നില്ല. ആ കുട്ടിയെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക
അതിനെ ഒന്നുകൂടി ബ്രൈറ്റ് ആൻഡ് ബ്രില്യന്റ് ആക്കി എടുക്കുക എന്ന സാങ്കേതിക വശം മാത്രമേ നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നുള്ളൂ. തന്നെയുമല്ല, ഈ കുട്ടി ലോകത്തെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊരു കുട്ടി